ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചില്ലി ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 1 കിലോ ചിക്കനിലേക്ക് നമുക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 3 സ്പൂൺ മുളക് പൊടി, നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി 2 സ്പൂണാണ് ഞാനിവിടെ ഇടുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ വറുക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അത് 1 സ്പൂണൊക്കെ ഇട്ടാൽ മതിയോ. പിന്നെ നമുക്ക് സോയാ സോസ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഒരു കോട്ടിങ് ഇട്ടാനായിട്ട് കോഴിമുട്ടയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ നേരത്തെ ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ അതിൽ തൊട്ടാൽ ഒരു ക്രിസ്പിനെസ് കിട്ടാനാണ്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഫ്ലേവർലെസ് ഓയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ എല്ലാം കൂടി നിരത്തി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് അപ്പുറ സൈഡും കൂടി മൊരിയിച്ചെടുക്കാം. രണ്ട് ഭാഗവും മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ വറുത്ത ഓയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലിനൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവ മാറണ വരെ നമ്മളത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 to 3 മിനിറ്റ്സ് നമ്മളതിട്ട് മൂപ്പിച്ചെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ്. നമുക്ക് ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പാകമായി വന്നതിന് ശേഷം നമുക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സോയാ സോസാണ് ആഡ് ചെയ്യണത്. സോയാ സോസ് എന്നൊരു 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യണത്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ട് നന്നായിട്ട് സോസുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്കതിലേക്ക് സ്ക്വയർ പീസസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കി ഒഴിക്കാം. പിന്നെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിക്കുന്നത്. പിന്നെ ഞാൻ അല്പം കളറും ആഡ് ചെയ്തിട്ടുണ്ട്, ഫുഡ് കളർ. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊരു തള വന്നതിന് ശേഷം നമുക്ക് ചില്ലി ചിക്കൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഒരു ഗാർണിഷിങ് പോലെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഗ്രീൻ പാർട്ട് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് സെർവ് ചെയ്യാറാകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ.